മുഖം മൂടി ധരിച്ച ആ മനുഷ്യൻ സ്വന്തം നിർജീവ ശരീരം തറയിലൂടെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് അയാൾ കണ്ടു. ഭാവിയിലേക്ക് നോക്കാൻ സഹായിക്കുന്ന ഈ പ്രത്യേക സുരക്ഷാ ക്യാമറ അയാൾ സ്വന്തമാക്കിയിരുന്നു. കൗതുകത്തോടെ അതിന്റെ കഴിവുകൾ പരീക്ഷിക്കാൻ അയാൾ അത് സ്ഥാപിച്ചു. എന്നാൽ ലൈവ് വ്യൂ ഓണാക്കിയ ഉടനെ അയാൾ ഞെട്ടിപ്പോയി. അയാൾ ലാപ്ടോപ്പ് അടച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് അയാളുടെ മരണമായിരുന്നു. അയാൾ ഒരു ദീർഘനിശ്വാസമെടുത്ത് അത് വീണ്ടും വീണ്ടും കാണാൻ നിർബന്ധിതനായി. മുഖം മൂടി ധരിച്ച ആ മനുഷ്യൻ അയാളുടെ മൃതദേഹം തറയിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോഴെല്ലാം മുഖം മൂടിക്കായി ഇന്റർനെറ്റിൽ പരതി. ഒന്നും പൊരുത്തപ്പെടുന്നില്ല. അയാൾ തന്റെ പൂട്ടുകൾ 2 തവണ പരിശോധിച്ച് കൂടുതൽ പൂട്ടുകൾ ഇൻസ്റ്റാൾ ചെയ്തു. ദിവസങ്ങളോളം അയാൾ കഷ്ടിച്ച് ഉറങ്ങി. ഓരോ ശബ്ദവും നെഞ്ചിലൂടെ ഒരു കുലുക്കം സൃഷ്ടിച്ചു. പിന്നീട് ഒരു രാത്രിയിൽ വീടിനുള്ളിൽ ഒരു മൂർച്ചയുള്ള വിള്ളൽ മുഴങ്ങി. അയാൾ മരവിച്ചു. അത് ഒരാളുടെ കാൽപ്പാടുകളായിരുന്നു. അയാൾ കത്തിപ്പിടിച്ച് താഴേക്ക് ഇറങ്ങി. മങ്ങിയ വെളിച്ചത്തിൽ അയാൾ അയാളെ കണ്ടു. മുഖം മൂടി ധരിച്ച ആ മനുഷ്യൻ കത്തിയുമായി ലിവിംഗ് റൂമിലേക്ക് കയറി. അയാൾ ഭയന്നു. പോരാട്ടം വേഗത്തിലും അക്രമാസക്തവുമായിരുന്നു. കത്തി വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് നീങ്ങി. ശരീരം തളർന്നു വീഴുന്നതുവരെ അയാൾ വായു ശ്വസിക്കാൻ ശ്രമിച്ചു. കൈകൾ വിറച്ചു. പതുക്കെ അയാൾ മുഖം മൂടി ഊരിമാറ്റി. സ്വന്തം മുഖമാണ് അയാൾ കണ്ടത്. അയാളുടെ കാഴ്ച മങ്ങി. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ടൽ കേട്ടു. പരിഭ്രാന്തി അയാളുടെ ഉള്ളിൽ ഇരച്ചുകയറി. അയാൾ മുഖം മൂടിയെടുത്ത് സ്വന്തം മുഖത്തേക്ക് വെച്ചു. പിന്നെ ഒന്നും ആലോചിക്കാതെ അയാൾ ശരീരം പിടിച്ചു മുറിക്ക് പുറത്തേക്ക് വലിച്ചു.